മലയാളത്തിലെ ആദ്യത്തെ ആർക്കിടെക്ചർ മാഗസിനായ ഡിസൈനർ പ്ലസ് ബിൽഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരത്താണ്. ഈ വീട് മൊത്തത്തിൽ 2650 സ്ക്വയർ ഫീറ്റ് വരും. 3 ബെഡ്റൂം, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ ഒരു അപ്പർ ലിവിംഗ്, പിന്നെ ഒരു ഹോം തിയേറ്റർ, ഇത്ര അടങ്ങുന്നതാണ് ഈ ഒരു വീടെന്ന് പറയുന്നത്. ഈ വീട് വെക്കണമെന്നുള്ളൊരു ആശയം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതിന് പറ്റിയ ഒരു ആർക്കിടെക്റ്റിനെയും ബിൽഡറിനെയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് റെഫറൻസുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആർക്കിടെക്ട്സിനെയും ബിൽഡേഴ്സിനെയും ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഫൈനലി ഞങ്ങൾ വിനായക ഹോംസിനെയും RR ആർക്കിടെക്ട്സിനെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എലിവേഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു വാട്ടർ ബോഡിയും പിന്നെ ഒരു ഫൗണ്ടനും വരുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ചെറിയൊരു ഐലൻഡ് പോലെ ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഒരു പ്ലുമേറിയയും നട്ടിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ പേയ്മെൻറ്റ് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പേൾ ഗ്രാസും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. മെയിനായിട്ടും ഒരു ഒരു ഇൻവേർട്ടഡ് സി ഡിസൈനിലാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാൽക്കണി ഒരു കാൻഡിലിവർ സ്ട്രക്ചർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പില്ലേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ച് 2 കാറിടാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ജാളി വോളും അതുപോലെ തന്നെ സീലിംഗ് വുഡൻ ഫിനിഷ് വരുന്ന ബോക്സ് സീലിംഗുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഉള്ളത് ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ട് നമ്മളൊരു ചെറിയൊരു സ്പേസ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്ന് വീടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് എൻട്രി കിട്ടുന്നതിന് വേണ്ടി ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ റൈറ്റ് സൈഡിലെ വാളിലാണ് നമ്മൾ TV യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ളൊരു സ്പേസും ഒരുക്കിയിട്ടുള്ളത്. ഈ TV വാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുണ്ട്. ലിവിങ്ങിലെ ഡബിൾ ഹൈറ്റ് സ്പേസിൽ ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് WPC ഫ്ലൂട്ടഡ് പാനൽ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പുറത്തുള്ള വാട്ടർ ബോഡിയും അതിനോടനുബന്ധിച്ചുള്ള ഫൗണ്ടനും കാണാൻ കഴിയുന്നതാണ്. ഒരു ഷാഡ്ലിയറും നമ്മുടെ ലിവിങ്ങിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ലിവിങ് നല്ല രീതിക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്ന് നേരെ കാണുന്നത് ഡൈനിങ് ഏരിയ ആണ്. നമ്മുടെ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മുടെ ഈ ഡൈനിങ്ങിനെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് വെച്ചിട്ടാണ്. ഇപ്പോൾ ഡൈനിങ്ങിന് ബേസിക്കലി നമ്മുടെ വീടിൻ്റെ ഒരു ഹാർട്ടാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാര്യം നമ്മുടെ ഡൈനിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ പാറ്റിയോയിലോട്ട് കണക്ഷൻ ഉണ്ട്, വാട്ടർ ബോഡിയിലോട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അതുപോലെ ലിവിങ്ങിനും 2 ബെഡ്റൂമിലും അപ്പർ ലിവിങ്ങിലോട്ടുള്ള സ്റ്റെയർ കേസിലോട്ടുമുള്ള ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫാമിലി ലിവിങ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ഏരിയ ഇല്ല. അതിന് പകരമായിട്ട് ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ആ ബേ വിൻഡോയിൽ ഒരു 6 മുതൽ 7 പേർക്ക് വരെ ഇരിക്കാൻ പാകത്തിനാണ് സീറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പാറ്റിയോ സ്പേസ്. ഈ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ഈ പാറ്റിയോ സ്പേസ് ആണ്. ഡൈനിങ്ങിൽ തന്നെ ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഡോർ ത്രൂ ആണ് നമ്മൾ പാറ്റിയോയിലോട്ട് ഇറങ്ങുന്നത്. സെമി ഇൻഡോർ സ്പേസ് ആയിട്ടാണ് രോഹിത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വിങ്ങും പിന്നെ ഒരു ബുദ്ധാവാളും കുറച്ച് സീറ്റിംഗ് സ്പേസ് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. റൂഫ് കുറച്ചൊരു സെമി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഴയും വെളിച്ചവും എല്ലാം വീടിന് അകത്തോട്ട് വരുന്ന രീതിക്കാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കിച്ചൺ. ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഡൈനിങ്ങിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആണെങ്കിലും അതൊരു ഷോപ്പ് കിച്ചൺ ആയിട്ട് അല്ല വർക്ക് ചെയ്യുന്നത്. ഒരു മെയിൻ കുക്കിംഗ് ഏരിയ ആയിട്ട് തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റഫായി യൂസ് ചെയ്യാനായിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസും ഉണ്ട്. നമ്മുടെ വീട്ടിൽ 3 ബെഡ്റൂംസാണുള്ളത്. അതിൽ 3 ബെഡ്റൂംസും 3 സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ ഒരു ഗ്രേ വുഡൻ തീമിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു കോർണർ വിൻഡോ ഒരു ബേ വിൻഡോയും പിന്നെ ഒരു സ്റ്റഡി സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കോർണർ ബേ വിൻഡോയിൽ നിന്ന് നമ്മുടെ പാറ്റിയോയിലോട്ടുള്ള ഒരു വ്യൂവും ആക്സസും കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം കുറച്ച് ലാർജ് ആയിട്ടുള്ള ലിഫ്റ്റ് ഫോമിലുള്ള വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്.
മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു കിഡ്സ് ബെഡ്റൂമും ഒരു ഗസ്റ്റ് റൂമുമാണ് ഉള്ളത്. കിഡ്സ് ബെഡ്റൂം ഒരു ബ്രൗൺ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫർണിച്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വാർഡ്രോബും പിന്നെ ഒരു സ്റ്റഡി ടേബിളും പിന്നെ ഒരു ഡ്രസ്സിംഗ് മിററുമാണ് പ്രൈമറിലി അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്വീൻ സൈസ് ബെഡും പിന്നെ ഒരു ബേ വിൻഡോയും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കരുതിയിരിക്കുന്നത്. അവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ടും സൈഡ് ടേബിളും പിന്നെ അതുപോലെ തന്നെ കബോർഡ്സും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ 3 ബെഡ്റൂംസ് കൂടാതെ തന്നെ ഒരു ഹോം തിയേറ്ററും ഉണ്ട്. അപ്പോൾ ഇനിഷ്യലി ഞങ്ങളൊരു 4 ബെഡ്റൂം വീടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ലാസ്റ്റ് ഒരു ബെഡ്റൂമും അവിടുത്തെ ടോയ്ലറ്റും കൂടെ കൺവേർട്ട് ചെയ്ത് തന്നെ നമ്മളൊരു ഹോം തിയേറ്റർ സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി അക്യൂസ്റ്റിക്സ് എല്ലാം ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഹോം സിനിമ എക്സ്പീരിയൻസ് കിട്ടണമെന്നുള്ള രീതിക്കാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തത് വിനായക ഹോംസിലെ ലജുവിൻ്റെ മേൽനോട്ടത്തിലാണ്. പുള്ളി രോഹിത് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ലജു ഇതിൻ്റെ എക്സിക്യൂഷനും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കുറവാണ്. ലജു തന്നെയാണ് ഫുൾ എൻഡ് ടു എൻഡ് സിവിൽ വർക്കായിരുന്നാലും ഇൻറ്റീരിയർ വർക്കായിരുന്നാലും വിനായക ഹോംസിലെ ലജു തന്നെയാണ് ഫുള്ള് സൂപ്പർവൈസ് ചെയ്ത് ഇതിൻ്റെ കൺസ്ട്രക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.